കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. ഗൾഫ് മേഖലയിലും ഇതിന്റെ ഒരു പരിച്ഛേദം കാണാൻ സാധിക്കുമെന്നാണ് അടുത്ത കാലത്ത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഏത് രീതിയിലാണ് കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നത്? ഇത് വിവരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യം. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വമ്പൻ മാറ്റങ്ങളാണ് ലോകത്താകമാനം ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം വിവിധ മേഖലകളിൽ ഏറെ പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസ് രംഗത്തെ കുതിച്ചുചാട്ടം വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് വന്നാലോ? ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. കേരളത്തിൽ ഗ്രാമങ്ങളിൽ വരെ മൊബൈൽ ഫോൺ വ്യാപകമായതോടെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ബലിയാടുകളാകുന്നത് അധികവും ഗൾഫുകാർ തന്നെ. ഗൾഫുകാരുടെ ഭാര്യമാർ അവിഹിത ബന്ധങ്ങളിൽപ്പെട്ട് കുടുംബം തകരുന്ന നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ യുഎയിൽ നിന്ന് ചുരുങ്ങിയത് 8 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മിസ് കോളിലോ റോങ് കോളിലോ തുടങ്ങുന്ന സൗഹൃദം പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകുന്ന അവസ്ഥയിലേക്കാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു. അവിഹിത ബന്ധങ്ങൾ സജീവമാകുമ്പോൾ ഫോൺ ചോർത്തി യൂട്യൂബിലും മറ്റും സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരും വിരളമല്ല. ഇമെയിൽ വഴി പ്രചരിക്കുന്ന ഒരു സംഭാഷണം ഗേൾഫ്രണ്ടിനും ലഭിച്ചു. ഹലോ, മോനു പറ. നീ എന്താ മുമ്പേ ഫോൺ കിട്ടിയത്? അത് ഹസ്ബൻഡിന്റെ പെങ്ങള് കയറി വന്നിട്ടല്ലേ. അവര് പോയോ? അവര് പോയി അപ്പുറത്തെങ്ങാനും ഉണ്ടാവും. എന്താ നിന്റെ ഭർത്താവ് വിളിച്ചാ? പുള്ളി ഇപ്പൊ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. എന്താ ലീവ് കിട്ടിയാ? ലീവ് ഉണ്ടെന്ന് പറയണേ. ചിലപ്പോ അടുത്ത ആഴ്ച എങ്ങനെ വരുമായിരിക്കും. അടുത്ത ആഴ്ച? ആന്ന്. എത്ര ദിവസം ഉണ്ടാവും? ഒരു മാസം ഉണ്ടാവും. ഇനിയിപ്പോ അത് മെനക്കേടാവൂലോ. അല്ല, ഈ മൊബൈൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പോഴേ മൊബൈലൊന്നും കുഴപ്പമില്ല മോനു. വിളിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, അത് പ്രശ്നോ? ഞാനൊരു കാര്യം ചെയ്യാം. പുള്ളിക്കാരൻ വരുമ്പോഴേക്കും ഞാൻ സിം അങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും വിളിക്കണ്ടാട്ടോ. സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. ഇന്ത്യയിലായാലും ഡൈവോഴ്സ് റേറ്റ് കൂടുന്നതിന് മറ്റ് പല കാരണങ്ങളുണ്ട്. അതിൽ ടെക്നോളജിയുടെ ഒരു ദുരുപയോഗം തീർച്ചയായിട്ടും നമുക്കറിയാം. പണ്ടൊക്കെ ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ, പണ്ട് സ്നേഹിക്കുന്ന സമയത്ത് ഒരു ലവ് ലെറ്റർ കൊടുക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് SMS അല്ലെങ്കിൽ ഒരു മിസ് കോളോ ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്കും ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ആശയവിനിമയം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നതും ഡൈവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ പോലും അവിഹിത ബന്ധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങൾ യുഎയിലെ മലയാളികൾക്കിടയിൽ വർദ്ധിക്കുന്നുണ്ടെന്നാണ് സൂചന. കുട്ടികളാണ് ഇതിൽ ഏറെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ആഷിഖ്. അവനവന്റെ ആ സമയത്ത് മാത്രമുള്ള സുഖത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളാണ്. മാനസിക സംഘർഷപര ആയിക്കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ വീട്ടിൽ നിന്നുള്ള സ്വസ്ഥതയില്ലാതെ മാനസിക പീഡനം അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ യുഎയിലെ സ്കൂളുകളിലുണ്ട്. അവർ പിന്നീട് ഒരു സമൂഹത്തിന്റെ ബാധ്യതയായി മാറും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഏതെങ്കിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ ഓർത്തെങ്കിലും ഒരു കൗൺസിലിംഗിന് പോകാൻ തയ്യാറാകണം. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആരാലും അറിയപ്പെടാതെ പോകുന്ന അവിഹിത ബന്ധങ്ങൾ ഇനിയും എത്രയോ. തൽക്കാലം സമയക്കുറവ് കൊണ്ട് മാത്രം ഉദാഹരണങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ട ശേഷം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അകാരണമായി സംശയിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ അടക്കമുള്ള വാർത്താവിനിമയ ഉപകരണങ്ങൾക്ക് ഇങ്ങനെയും ഒരു വശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ റിപ്പോർട്ട്. പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമാകുമെന്നതിന് നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ.